ഒരു പുരുഷന്റെ വള പെട്ടെന്ന് നിലത്തു വീണു. അടുത്തുനിന്നിരുന്ന സ്ത്രീ അതെടുക്കാൻ കുനിഞ്ഞപ്പോൾ രഹസ്യം സൂചിപ്പിക്കുന്ന ചില പ്രത്യേക അടയാളങ്ങൾ അവളുടെ കണ്ണിൽപ്പെട്ടു. ഉടൻ തന്നെ അവൾ ആ പുരുഷനുമായി ആംഗ്യങ്ങളിലൂടെ രഹസ്യക്കോഡുകൾ കൈമാറി. ഇതെല്ലാം അവളുടെ ഭർത്താവിന്റെ മുന്നിൽ വെച്ചാണ് നടന്നതെങ്കിലും തന്റെ ഭാര്യ തന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയാണെന്ന് അദ്ദേഹം കരുതി. എന്നാൽ ആ പുരുഷൻ കോഡ് മനസ്സിലാക്കുകയും അവർക്കിടയിൽ ഒരു രഹസ്യബന്ധമുണ്ടായിരിക്കുകയും ചെയ്തു. രാത്രിയിൽ ആ സ്ത്രീ രഹസ്യമായി ആ പുരുഷനെ കാണാനായി പുറത്തിറങ്ങി. എന്നാൽ സംശയാലുവായ അവളുടെ ഭർത്താവ് രഹസ്യമായി അവളെ പിന്തുടർന്നു. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം വള കണ്ടപ്പോൾ ഭാര്യയുടെ മുഖത്തുണ്ടായ വിചിത്രമായ ഭാവം അദ്ദേഹത്തിന് ഓർമ്മ വന്നു. സംശയം വർദ്ധിച്ച അദ്ദേഹം ആ പുരുഷന്റെ മുറിയിൽ തിരച്ചിൽ തുടങ്ങി. അവിടെ അവളുടെ ഭാര്യയുടെ ആഭരണങ്ങളും അതേ വളയും സൂക്ഷിച്ചിരുന്ന ഒരു രഹസ്യമുറി അദ്ദേഹം കണ്ടെത്തി. ഭിത്തിയിൽ അതേ കോഡെഴുതിയ ഒരു കാലിഗ്രാഫി ചുരുൾ തൂക്കിയിട്ടിരുന്നത് അദ്ദേഹത്തിന്റെ സംശയം ശരിയാണെന്ന് ഉറപ്പിച്ചു. സ്ത്രീയും പുരുഷനും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യവാനായ ഭർത്താവ് വാതിൽ തകർത്ത് അലറിക്കൊണ്ട് അകത്തേക്ക് കടന്നു. ശത്രുവിനെ സഹായിക്കുന്നത് എന്തിനാണെന്ന് അദ്ദേഹം ആ പുരുഷനോട് ചോദിച്ചു. ആ സമയത്ത് പുറത്തുനിന്ന് ഒരു വലിയ ശബ്ദം കേട്ടു. കാവൽക്കാർ ഒരു കൊലയാളിയെ വലിച്ചിഴച്ച് മുറിയിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ കൊലയാളിയുടെ മുഖം കണ്ടപ്പോൾ എല്ലാവരുടെയും ശ്വാസം നിലച്ചു. അവരിൽ ഓരോരുത്തരും പേടിച്ച് തളർന്നുപോയി.